ഒരു വർഷം 4 സിനിമകൾ, അതിൽ 3 സിനിമകളും പരാജയം. പക്ഷെ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറ്റി, ഇൻഡസ്ട്രി ഹിറ്റായി മാറി. പറഞ്ഞു വരണത് നമ്മുടെ സ്വന്തം ലാലേട്ടനെ കുറിച്ചാണ്. ആ ഒരു വർഷമാണ് 2000. 2000 എന്ന വർഷത്തെ ജനുവരിയിൽ റിലീസായ സിനിമ നരസിംഹം. ആറാം തമ്പുരാന് ശേഷം ഷാജി കൈലാസ്, രഞ്ജിത്ത്, മോഹൻലാൽ കൂട്ടുകെട്ട്. ആന്റണി പെരുമ്പാവൂർ എന്ന വർഷങ്ങളോളം മോഹൻലാലിന്റെ കൂടെ നടന്നിരുന്ന ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവുന്നു. എല്ലാം കൊണ്ടും ഒരു മാസ് മസാല സിനിമ. അതുവരെയുള്ള മോഹൻലാലിന്റെ എല്ലാ കഴിവുകളും, ഞാൻ അന്ന് ഏതോ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ അന്നത്തെ മാഗസീനിലൊക്കെ ആളുകൾ സിനിമ കണ്ട് എഴുതുമല്ലോ, അങ്ങനെ എവിടെയും ഞാൻ വായിച്ച ഓർമ്മയുണ്ട്. മോഹൻലാലിന്റെ എല്ലാ കഴിവും ഈ സിനിമയിൽ ഷൈജ കൈലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇമോഷൻ ഉണ്ട്, അത്യാവശ്യം ഹാസ്യമുണ്ട്, റൊമാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാസ്, എല്ലാം കൊണ്ട് കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു പാക്കേജ് തന്നെയായിരുന്നു ആ ഒരു സിനിമ. പിന്നീട് നമുക്കറിയാം അത്തരത്തിലുള്ള കുറേ സിനിമകൾ മോഹൻലാൽ ചെയ്തു. അതിൽ ഒരിക്കലും നരസിംഹത്തിന്റെ മുകളിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും നരസിംഹം എന്ന സിനിമ ആ ജനുവരി മാസം ഇറങ്ങുന്നു. ആ ജനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരിയിലും തിയേറ്ററിൽ നിറഞ്ഞു പോകുന്നു. മാർച്ച് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എക്സാം സീസൺ ഒക്കെയാണ്. ആ ഒരു എക്സാം സീസണായപ്പോൾ ഒന്ന് ഡൗൺ ആയി. പക്ഷെ വീണ്ടും വിഷു ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും നരസിംഹം വരുന്നു. ആ വിഷുവിന് നരസിംഹത്തിന് ശേഷം മോഹൻലാലിന്റെ തന്നെ മറ്റൊരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി. ഫാസിൽ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഒരുപാട് പ്രത്യേകതകൾ ആ സിനിമയ്ക്കുണ്ട്. കാരണം ഫാസിൽ മോഹൻലാൽ അതിന് മുമ്പ് ഒന്നിച്ചത് ഹരികൃഷ്ണൻസിലായിരുന്നു. ഹരികൃഷ്ണൻസ് നിർമ്മിച്ചത് മോഹൻലാലാണ്, കൂടെ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണൻസ് സൂപ്പർ ഹിറ്റായി ഓടി. അത് കഴിഞ്ഞിട്ട് ഫാസിൽ പിന്നെ തമിഴിൽ കണ്ണുകൾ നിലവെന്ന് വിജയനെ ഒരു സിനിമ ചെയ്തിരുന്നു. ഒരു ആവറേജ് പോയി എന്ന് പറയാം. അത് ആ വർഷം തന്നെ 2000 ജനുവരിയിൽ പൊങ്കൽ റിലീസായിട്ടാണ് ആ സിനിമ ഇറങ്ങിയിരുന്നത്. കാതലിക്ക് മര്യാദ എന്ന അനീതി പ്രാവിന്റെ റീമേക്ക് സൂപ്പർ ഹിറ്റായ ശേഷമാണ് വിജയ് ശാലിനി കോമ്പോനെ വെച്ചിട്ട് വീണ്ടും ഫാസിൽ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും മോഹൻലാലിനെ വെച്ച് വരുന്നത്. അപ്പൊ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന് വൻ പ്രതീക്ഷയായിരുന്നു. എനിക്ക് ഓർമ്മ അതിന്റെ ഒരു പോസ്റ്ററും അതിന്റെ സോങ്സ് ഔസേപ്പച്ചൻ തന്നെയാണ്. സംയുക്ത വർമ്മ മോഹൻലാലിന്റെ നായികയാവുന്നു. ബാലതാരമായിട്ട് തിളങ്ങിയിരുന്ന ഗീതു മോഹൻദാസ് മുതിർന്ന ശേഷം അഭിനയിക്കുന്നു. അപ്പൊ ഇവരുടെയൊക്കെ ഒരു പോസ്റ്ററിൽ മോഹൻലാലും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസിനൊക്കെ ഒരു പോസ്റ്ററൊക്കെ ആദ്യം ഇറങ്ങി ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഇന്നസെന്റ് ഉണ്ട്, KPS ലളിതയുണ്ട്. പക്ഷെ ആ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. കാരണം ആ സിനിമ ഇറങ്ങി ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ ഒരു ഒപ്പീനിയൻ, ഇതൊരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു സിനിമയുടെ അന്നത്തെ ഒപ്പീനിയൻ. പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് ഈ പത്രത്തിലൂടെയുള്ള എല്ലാ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഉപയോഗിക്കുന്നത്. അന്നത്തെ പത്രത്തിലൊക്കെ ഒരു വാർത്ത പോലെ ഇത് കുടുംബമായി നിങ്ങളുടെ മക്കളുമായി നിങ്ങൾ കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറച്ച് ഒരു പരസ്യങ്ങളൊക്കെ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് ആ സിനിമ അന്ന് തിയേറ്ററിൽ പരാജയം തന്നെയായിരുന്നു. ആ സമയത്ത് കുറെ സിനിമകൾ ആ ഒരു ഏപ്രിൽ മെയ് മാസം ഉണ്ടായിരുന്നു. ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കൂടാതെ പ്രിയം എന്ന സിനിമ കുഞ്ചാക്കോ ബോബൻ ഉണ്ടായിരുന്നു. പിന്നെ മെയ് മാസത്തേക്ക് വരുമ്പോൾ ജയറാമിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഇങ്ങനെ ഒരു നിലാപക്ഷി, ഇതില് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഹിറ്റായിരുന്നു. പ്രിയം ഓടിയ സിനിമയായിരുന്നു. പിന്നെ വിജയുടെ ഖുഷി ഉണ്ടായിരുന്നു. കണ്ടുകൊണ്ടേൻ എന്ന തമിഴ് സിനിമ ഉണ്ടായിരുന്നു. കഹോന പ്യാർ ഹേ എന്ന ഋത്തിക് റോഷന്റെ സിനിമ, അത് മുമ്പ് ഇറങ്ങിയതാണ്, കുറച്ച് വീണ്ടും റിലീസ് ചെയ്തിരുന്നു. ഇതൊക്കെ ഒന്ന് തിയേറ്ററുകളിലുണ്ട്. പക്ഷെ അപ്പോഴും നരസിംഹം പിടിച്ചു നിന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒപ്പം മറ്റൊരു സിനിമയും അന്ന് ആ ഒരു മാർച്ച് മാസം ഇറങ്ങിയിരുന്നു. അതും ഹിറ്റടിച്ച് തിയേറ്ററിൽ ഓടിയിരുന്നു. അത് പിന്നെ പലരും കണ്ടു, തിയേറ്ററിൽ പോയി കണ്ടെന്നോ കാണാൻ പോകുന്നൊക്കെ പറയാൻ മടിച്ചിരുന്നു. പക്ഷെ പലരും അത് കണ്ടിട്ടുണ്ട്. ഒളിച്ചും പാത്തും ഒതുങ്ങി പോയിട്ട് ആ സിനിമയായിരുന്നു കിന്നാരത്തുമ്പികൾ. പിന്നീട് അതിന് ശേഷം ഒരു ഷക്കീല തരംഗം തന്നെ വന്നിരുന്നു. എന്തായാലും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പരാജയപ്പെട്ടു. ഇത് കഴിഞ്ഞ് പിന്നെ ഫാൻസുകാർ പ്രതീക്ഷിച്ചു അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി. അപ്പോഴാണ് അടുത്തൊരു സിനിമ തിയേറ്ററിൽ എത്തുന്നു എന്ന് പറഞ്ഞത്. അതൊരു ജൂൺ മാസമായിരുന്നു റിലീസ്. IV ശശി മോഹൻലാൽ കൂട്ടുകെട്ട്. വർണ്ണപ്പകിട്ടിന് ശേഷം, വർണ്ണപ്പകിട്ട് 97 വിഷുവിന് ഇറങ്ങി ഹിറ്റടിച്ചൊരു സിനിമയാണ്. ആ വിഷു അനീതി പ്രാവായിരുന്നു വിഷു തൂക്കിയത്. പക്ഷെ വർണ്ണപ്പകിട്ട് ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ഒന്നിക്കുന്ന സിനിമ ശ്രദ്ധ. മോഹൻലാൽ ഒരു പോലീസ് ഓഫീസറൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ തിയേറ്ററിൽ പോകുമ്പോഴും എൻ്റെ ഒരു ഓർമ്മയിൽ അന്ന് ആ തിയേറ്ററിൽ പടം ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പോണത്. വെറും ഒരു 4 പേരാണ് തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ ബാൽക്കണിയിൽ ഉണ്ടായിരുന്നത്. അന്ന് ഒരു നൂൺ ഷോ ആയിരുന്നു. വളരെ ഡള്ളായ പടം. വളരെ നഷ്ടത്തിലാണ് ആ സിനിമ പോയത്, പരാജയമായിരുന്നു. അപ്പോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നിരാശരായി. ശ്രദ്ധ ഇറങ്ങിയപ്പോഴും ഫാൻസുകാർ വീണ്ടും നിരാശരായി. പിന്നെ ഒരു 6 മാസത്തെ കാത്തിരിപ്പായിരുന്നു. ആ ഒരു ഓണത്തിന് മോഹൻലാലിന്റെ സിനിമയില്ല. ഓണത്തിന് മമ്മൂട്ടി വരുന്നു, വലിയേട്ടൻ തൂക്കിയടിച്ച് പോയി. അന്ന് പിന്നെ കുറെ ഗോസിപ്പൊക്കെ ഉണ്ടായിരുന്നു. നരസിംഹത്തിൽ മമ്മൂട്ടി ഗസ്റ്റ് റോൾ എന്നൊക്കെ, വലിയേട്ടൻ മോഹൻലാൽ ഗസ്റ്റ് റോൾ അഭിനയിക്കുന്നു എന്നൊക്കെ ആരൊക്കെയോ ഒന്ന് കഥയൊക്കെ അടിച്ചിറക്കി. സോഷ്യൽ മീഡിയയിൽ അന്ന് തന്നെ അല്ലാതെ സ്കൂളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് മമ്മൂട്ടിയുടെ കൂടെ മോഹൻലാൽ ക്ലൈമാക്സിൽ വരും, മോഹൻലാൽ കയ്യടി കൊണ്ടുപോകും എന്നൊക്കെ. അതൊക്കെ നമ്മളൊന്ന് വിശ്വസിച്ചൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയേട്ടൻ ഒന്ന് തൂക്കി. പക്ഷെ അപ്പോഴും മോഹൻലാൽ ഫാൻസ് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ മോഹൻലാൽ ഫാൻസിന്റെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഒരു സിനിമ ആ ഡിസംബർ മാസം ക്രിസ്മസിന് ഇറങ്ങി. ആ ക്രിസ്മസിന് ഡിസംബർ 25 മുമ്പ്, ആ ഒരു 21 എന്തോ ആണെന്ന് തോന്നുന്നു, ക്രിസ്മസിന് ഒരു 3-4 ദിവസം മുമ്പ് 1-2 സിനിമകൾ ഇറങ്ങിയിരുന്നു. അതിൽ മമ്മൂട്ടിയുടെ ദാദാ സാഹിബും
പിന്നെ റാഫി മെക്കാട്ടിന്റെ ഒരു മൾട്ടി സ്റ്റാർ പടം തെങ്കാശിപ്പട്ടണം ഓൾറെഡി ഹിറ്റാണ്. അതന്ന് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സൂപ്പർ ഹിറ്റ് പടമാണ് എന്നുള്ള ഒരു പേര് കിട്ടി. ദാദാസാഹിബും മമ്മൂട്ടി ഫാൻസ് അത് കുറച്ച് മിക്സഡ് ഒപ്പീനിയൻ ഒക്കെ ദാദാസാഹിബിന് ഉണ്ടായിരുന്നെങ്കിലും മമ്മൂട്ടി ഫാൻസ് ഒക്കെ സിനിമ ഏറ്റെടുത്തു. മമ്മൂട്ടി അത് ഗംഭീര പെർഫോമൻസ് ആണ്, ഡബിൾ റോൾ ആണ്. പിന്നെ വിനയന്റെ ഒരു സമയമാണ്. പക്ഷെ അപ്പോഴും മോഹൻലാൽ ഫാൻസ് പറഞ്ഞു ഞങ്ങളുടെ പടം വരികയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്രിസ്മസിന് മോഹൻലാലിന്റെ പടം ഇറങ്ങുന്നു. സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ട്, ദേവദൂതൻ, അതും ഇതുപോലെ അതിലെ പാട്ടുകൾ ഓൾറെഡി ഇറങ്ങി. വിദ്യാസാഗറിന്റെ സോങ്സ് ഹിറ്റ്, ജയപ്രദ അഭിനയിക്കുന്നു. അതിന്റെ ഭയങ്കര ഒരു കളർഫുൾ പോസ്റ്റേഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് ആ സിനിമ കാണാൻ പോണത്. എനിക്ക് തോന്നുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിനെക്കാട്ടും ശ്രദ്ധയെക്കാട്ടും ഡിസാസ്റ്റർ ആയി പോയി എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ ആ പടം വീണതായിട്ടാണ് എന്റെ ഓർമ്മ. അത്ര മോശം ഒപ്പീനിയൻ, ആ തിയേറ്ററിന്റെ ഭാഗത്തേക്കേ പോകരുതെന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. അങ്ങനെ മോഹൻലാൽ ഫാൻസ് വീണ്ടും നിരാശരായി. അങ്ങനെ ഈ ഒരു വർഷം 4 സിനിമകളിൽ നരസിംഹം ആ വർഷത്തെ ടോപ്പ് ഗ്രോസറായി. അതിന്റെ ഒപ്പത്തിനൊപ്പം തെങ്കാശിപ്പട്ടണം ഒക്കെ ഉണ്ട്. പക്ഷെ നരസിംഹം തന്നെയായിരുന്നു ഗ്രോസർ ആയിരുന്നത്. ആ വർഷത്തെ ഇയർ എൻഡ് ഇന്ത്യ ടുഡേയിൽ എനിക്ക് ഓർമ്മയുണ്ട്, മോഹൻലാലിന്റെ നരസിംഹം, മമ്മൂട്ടിയുടെ വെല്യേട്ടൻ, പിന്നെ ഇവരുടെ സെൻട്രലിൽ ഷക്കീലയുടെ കിന്നാരത്തുമ്പിയുടെയും പോസ്റ്റർ ഉണ്ട്. അങ്ങനെ ഒരു 3 പേരുടെ തല വെച്ചിട്ടാണ് ആ ഇന്ത്യ ടുഡേ ഒക്കെ അന്ന് ആ വർഷം ഇന്ത്യ ടുഡേ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഈ 3 സിനിമകൾ അന്ന് ക്ഷീണം തന്നെയായിരുന്നു, ഫാൻസുകാർക്ക് ഭയങ്കര വിഷമമൊക്കെയായിരുന്നു. പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു കൗതുകം, വർഷങ്ങൾ കഴിഞ്ഞ് 24 വർഷങ്ങൾ കഴിഞ്ഞ് ഈ ദേവദൂതൻ വീണ്ടും തിയേറ്റർ റിലീസ് ചെയ്തു. അന്നത്തെ എല്ലാ ക്ഷീണവും മാറ്റി സൂപ്പർ ഹിറ്റ് അടിച്ചു എന്നുള്ളതാണ്. ഇപ്പോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളും ശ്രദ്ധയൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്കറിയില്ല. കാരണം അതിന് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ല. പക്ഷെ ദേവദൂതൻ അങ്ങനെയല്ല. അന്ന് ജനിക്കാത്ത കുട്ടികൾ വരെ ദേവദൂതൻ യൂട്യൂബിൽ കണ്ടിട്ട് ഈ സിനിമ എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ 4 സിനിമകളിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. നരസിംഹം തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, 2 തവണ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, ശ്രദ്ധ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, ദേവദൂതനും കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ. നിങ്ങൾ എല്ലാവരും വന്ന് ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അന്ന് ഈ പറയുന്ന ദേവദൂതൻ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അതിലൊക്കെ ഇറങ്ങിയപ്പോൾ ആ ഒരു ഒപ്പീനിയൻ ഫസ്റ്റ് ഡേ തന്നെ നെഗറ്റീവ് വരാനുള്ള ഒരു കാരണം, അന്നത്തെ ഒരു നിങ്ങളുടെ ഒരു മെമ്മറീസ് എന്താണെന്നുള്ളത് നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.